ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു സാധാ ആപ്പിൾ കേക്ക് അല്ല കേട്ടോ, ആപ്പിൾ സിനമൺ ഹണി കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള മോയിസ്റ്റ് കേക്കാണ്. കഴിച്ചു തുടങ്ങിയാൽ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ അന്ന് കഴിക്കുമ്പോൾ ടേസ്റ്റിയാണ്, പക്ഷെ പിറ്റേന്ന് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ആപ്പിൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഞാനിവിടെ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഗാല ആപ്പിളാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. 2 മീഡിയം സൈസ്ഡ് ആപ്പിളാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച ആപ്പിളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ട് ചെയ്യുന്നതിന് മുൻപും ഒന്ന് കഴുകി തുടച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ കഴുകിയെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ 4 പീസായിട്ട് ആപ്പിൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. പുതിയ ഞാൻ ഉണ്ടാക്കിയ മെത്തേഡൊന്നുമല്ല. നമ്മളെപ്പോഴും ആപ്പിൾ കട്ട് ചെയ്യുന്ന അതേപോലെ അതിൻ്റെ കുരുക്കളെല്ലാം കളഞ്ഞ് ഇതേപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് ആ പീലും അങ്ങ് മാറ്റാം. പീല് വേണമെങ്കിൽ ആദ്യം മാറ്റാം. ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ നമ്മളെല്ലാം പീൽ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നീളത്തിലരിഞ്ഞിട്ട് പിന്നെ സൈഡ് ചരിച്ചിട്ട് ചെറിയ ഡൈസസ് ആയിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ 2 ആപ്പിളും ഇവിടെ ഡൈസസ് ആയിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത ഉടനെ തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്കൊക്കെ പോകണം. കാരണം ഇല്ലെങ്കിൽ ആപ്പിൾ ഇരുന്ന് അതിൻ്റെ കളർ മാറും. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സൈസ് വ്യത്യാസം ഉണ്ടാവുമല്ലോ ആപ്പിളിന്. അപ്പം അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഒന്ന് അളവ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ അളന്ന് നോക്കുന്നത്. അപ്പോൾ 1 കപ്പും 1/2 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സോസ് പാൻ എടുക്കാം. സോസ് പാൻ അല്ലെങ്കിൽ ഒരു ഫ്രൈയിങ് പാൻ എടുത്താലും മതി. കടായി ഒന്നും വേണ്ട കേട്ടോ, തീരെ കുഴിഞ്ഞ പാത്രം വേണ്ട. അതിലേക്ക് നമുക്ക് നമ്മുടെ ആപ്പിൾ എടുത്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ മുഴുവനായി തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊരു ഫ്ലാറ്റ് പാൻ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെയാണ് കേട്ടോ, പൊടിച്ച പഞ്ചസാര ഒന്നുമല്ല. ഇനി നമുക്കത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഫ്ലെയിം ഞാൻ സിമ്മിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ആ ആപ്പിളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. പഞ്ചസാരയും ആ വെള്ളത്തിൽ കിടന്ന് മെൽറ്റായിക്കോളും. ഇത് ചെയ്യുമ്പോൾ പഞ്ചസാര ആദ്യം ഇടരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് ബ്രൗൺ കളറിലെ റൈസൻസ് ഇട്ട് കൊടുക്കാം. ബ്ലാക്ക് റൈസൻസ് ഇട്ടണമെങ്കിൽ അതും ഇടാം. ബ്രൗൺ ആണ് ഇതിനൊരു ഭംഗി. നല്ല ഗോൾഡൻ കളറിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇട്ടോളൂ. എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇത് കുറച്ചും കൂടെ ഡാർക്ക് ബ്രൗൺ ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ഈ ഒരു കോമ്പിനേഷൻ. റൈസൻസും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി ഇപ്പോൾ ഞാൻ ഓറഞ്ചും കുറച്ച് യെല്ലോയും കുറച്ച് റെഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ഇട്ട് കൊടുക്കാം. ഡാബറിൻ്റെ ഹണിയാണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ആപ്പിളിൽ നിന്നൊക്കെ നല്ല വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളിത് ഇട്ട് കൊടുത്തത്. അപ്പം ഇതെല്ലാം കൂടെ കിടന്ന് നല്ല സംയോജിച്ച് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഒരു അധിക സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു 5-7 മിനിറ്റൊക്കെ മതിയാവും. ഫ്ലെയിം ഡിപ്പെൻഡ് ചെയ്ത്. ഇനി ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയുടെ ഗ്രൈൻഡർ ജാറിങ് എടുത്തു. ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് പഞ്ചസാര നമ്മുടെ ഗ്രൈൻഡർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. പഞ്ചസാര ഇപ്പം നമുക്ക് പൊടിച്ചത് മേടിക്കാൻ കിട്ടുമെങ്കിൽ അതങ്ങനെ തന്നെ ഉപയോഗിക്കാം. എന്നാലും നമുക്ക് പഞ്ചസാരയുടെ കൂടെ ഈ സ്പൈസസ് ഇടാനുണ്ട്. അപ്പോൾ കുറച്ച് പട്ട, ഒരു നീളമുള്ള ഒരു കഷ്ണം പട്ട 3 പീസാക്കി ഡിവൈഡ് ചെയ്തത്. ഏലക്ക ഒരു 2 കഷ്ണം, അതിൻ്റെ ഔട്ടർ കവറ് കളഞ്ഞ് ഉള്ളിലത്തെ ഏലക്കയുടെ കുരു മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ ഒന്നുകൂടെ അരിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ ഇതാണ് എളുപ്പം. ഇതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനമാണ് ഗ്രാമ്പൂ. അപ്പോൾ നമ്മുടെ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ഗ്രാമ്പൂ പൊടിച്ച് വെച്ചായിരുന്നു. അതുണ്ടെങ്കിൽ അതൊരു നുള്ളിട്ടാൽ മതി. ഇപ്പോൾ അത് തീർന്നു പോയി. അപ്പോൾ ഞാനത് കുറച്ച് മേടിച്ചായിരുന്നു സ്റ്റെയിൻസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതിന്നൊരു 3 കഷ്ണം ഗ്രാമ്പൂക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിൽ കൂടുതൽ വേണ്ട കേട്ടോ, ഇപ്പോൾ ഒരു കയ്പ്പ് രസം കയറി വരും. അപ്പോൾ ഈ സ്പൈസസ് ഷുഗറും കൂടെ ഉള്ള ഈ ഒരു മിക്സ്ചർ നമുക്ക് ഒന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഹൈ സ്പീഡിലിട്ട് അവിടെ മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ആപ്പിളും എല്ലാം കൂടി ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം നന്നായിട്ട് കുക്കായി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ആ ഹണിയുടെയൊക്കെ ഒരു സ്മെല്ലും
നല്ലൊരു വാസനയാവും നമ്മുടെ കിച്ചണിൽ ഈ ഒരു സമയത്ത്. ഡ്രൈ ഫ്രൂട്ട്സും ആപ്പിളിൻ്റെ ഒരു സ്മെല്ലുണ്ട്, ഹണിയുടെ ഒരു സ്മെല്ലുണ്ട്, എല്ലാം കൂടിയിട്ട് നല്ലൊരു സ്മെല്ലാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് തണുക്കണം. നമ്മൾ ഇതേ ചൂടോടുകൂടി നമുക്ക് നമ്മുടെ മിക്സിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബൗൾ എടുത്തു, അതിൻ്റെ മേലെ ഒരു സീവ് വെച്ചു. 1 കപ്പ് മൈദ എടുക്കുകയാണ്, ഓൾ പർപ്പസ് ഫ്ലോർ. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എലൈറ്റിൻ്റെ മൈദയാണ്. ഞാൻ എന്ന് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ഞാൻ എലൈറ്റിൻ്റെ മൈദയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എനിക്ക് ആ ബ്രാൻഡാണ് ഇഷ്ടം. എൻ്റെയൊക്കെ നമുക്കൊരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അത് ഏത് ബ്രാൻഡായാലും മതി. ഞാൻ വീക്ക്ഫീൽഡാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും വീക്ക്ഫീൽഡ് തന്നെയാണ്. ഇതിലേക്കൊരു നുള്ള് പിങ്ക് സോൾട്ട്, സാധാ ഉപ്പായാലും മതി, കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് 3 പ്രാവശ്യമൊക്കെ അരിച്ച് എടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിരിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അത് അല്ലാണ്ട് മിക്സ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും. അപ്പം കേക്ക് നന്നായി പൊങ്ങി വരില്ല. അപ്പം നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള സൂപ്പർ സോഫ്റ്റ് കേക്ക് വേണമെങ്കിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ബാറ്ററിൻ്റെ എല്ലായിടത്തും ഈക്വലായിട്ട് എത്തണം. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബിഗിനേഴ്സിന് പോലും കേക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. 3 പ്രാവശ്യം അരിച്ചെടുത്ത് നമ്മൾ മാറ്റി വെച്ചു. നമ്മൾ മിക്സിയുടെ അരി അരയ്ക്കുന്ന ജാറ് ഇങ്ങെടുക്കുകയാണ്. നമ്മൾ ഈ ഒരു കേക്ക് മിക്സിയിലാണ് കേട്ടോ ചെയ്യുന്നത്. 3 റൂം ടെമ്പറേച്ചറിലെ മുട്ട പൊട്ടിച്ചൊഴിച്ചു. 1 ടീസ്പൂൺ വെനീല എസൻസും കൂടെ ഒഴിച്ച് നമുക്ക് ഹൈ സ്പീഡിൽ ഒരു 15 സെക്കൻഡൊക്കെ അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര മുഴുവനായി തന്നെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഹൈ സ്പീഡിൽ 15 സെക്കൻഡ് അടിച്ചിട്ട് വരാം. ഇനി നമുക്കിതിലേക്ക് മെൽറ്റഡ് ബട്ടർ, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, ഒരു 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ബട്ടറിൻ്റെയും ഓയിലിൻ്റെയും മിക്സ്ചർ പപ്പാതി എടുത്തായാലും മതി. എന്തായാലും ഇത് നമുക്കൊരു ലോ സ്പീഡിൽ ഒരു 10 സെക്കൻഡൊക്കെ അടിച്ചിട്ട് വരാം. ഓയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഹൈ സ്പീഡിൽ ഒത്തിരി നേരം അടിക്കരുത് കേട്ടോ. ലോ സ്പീഡിൽ വളരെ കുറച്ച് സമയം, ഒരു 10 സെക്കൻഡൊക്കെ അടിക്കുമ്പോൾ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു മിക്സ്ചർ കിട്ടും. അത് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഹണി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്കൊരു സ്പാച്ചുലയോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒരു 3-4 പ്രാവശ്യം ചെയ്യാം. പതുക്കെ ചെയ്യണം കേട്ടോ. ഒത്തിരി കുത്തി ഇളക്കിയാൽ നമ്മുടെ കേക്കിലെ ക്രാക്ക് വരും. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇതിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ആ സ്പാച്ചുല ഉപയോഗിച്ച് ചെയ്യുകയാണ്. ഇങ്ങനെ വടിച്ച് ചുറ്റിച്ചെടുത്ത് ആ ബാറ്ററിൻ്റെ ഉള്ളിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നതിനെയാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറയുന്നത്. സ്പാച്ചുല ഉപയോഗിച്ച് നമ്മൾ കേക്ക് ബാറ്ററോ അല്ലെങ്കിൽ എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ സോളിഡും ലിക്വിഡും കൂടെ മിക്സ് ചെയ്യാൻ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പെർഫെക്റ്റ് കേക്ക് നമുക്ക് കിട്ടും. വിസ്ക് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ സർക്കുലർ മൂവ്മെൻറ്റ്സ് മതിയാവും. അതും സോഫ്റ്റ് ആയിട്ടുള്ള സ്ലോ മൂവ്മെൻറ്റ്സ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 3 ടീസ്പൂൺ ലൂക്ക് വാം മിൽക്ക് ഇട്ട് കൊടുക്കുകയാണ്. 3 തൊട്ട് 4 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൽ കൂടുതൽ വേണ്ട. നമ്മുടെ ഈ ഒരു കേക്ക് ബാറ്റർ ഒത്തിരി അങ്ങ് ലൂസല്ല, എന്നാൽ ഒത്തിരി അങ്ങ് ടൈറ്റും അല്ല. സാധാരണയുള്ള കേക്ക് ബാറ്ററിൻ്റെ അത്ര ലൂസായി പോയാൽ എന്താ പറ്റുന്നത് വെച്ചാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം അടി പോയി സെറ്റിൽ ചെയ്ത് കിടക്കും. അപ്പം നമ്മുടെ ഫ്രൂട്ട് മിക്സ്ചറിൽ നിന്ന് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഹീപ്പായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. അതായത് കുമ്മിങ്ങാണ് എടുത്തത്, വടിച്ച് അല്ല. അപ്പം കുറച്ച് അധികവും വരും. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ ആ എഗ്ഗിൻ്റെ മിക്സ്ചറിലും ആദ്യമേ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത്. ഇനി നമ്മുടെ ബാറ്റർ അവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ കേക്ക് ടിൻ എടുക്കാം. 6 ഇഞ്ച് വരുന്ന ഒരു സ്ക്വയർ കേക്ക് ടിന്നാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഏത് ഷേപ്പ് എടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ എടുത്തോന്നേ ഉള്ളൂ. ആ ഒരു മെഷറിംഗ് കപ്പില്ലേ, ഓയിൽ എടുത്ത് അതിൽ കുറച്ച് ഓയിൽ എങ്ങനെയായാലും ബാക്കി വരും. അത് തന്നെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കേക്ക് ടിൻ നന്നായി ഗ്രീസ് ചെയ്യാം. ഗ്രീസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ക്വയറും റെക്റ്റാങ്കിളും ഒക്കെ ആയിട്ടുള്ള കേക്ക് ടിൻസ് ഈ കോർണേഴ്സ് നന്നായിട്ട് ഗ്രീസ് ചെയ്യണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ കേക്കിൻ്റെ ബാറ്റർ പൊങ്ങി വരുമ്പോൾ ആ സൈഡിലൊക്കെ കയറി ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ നമ്മൾ ഡിമോൾഡ് ചെയ്യുമ്പോൾ കേക്ക് പിന്നെ അവിടെ പറ്റിപ്പിടിച്ച് ഇരിക്കും. ഇനി ആ സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത ബട്ടർ ഷീറ്റ് നമ്മളങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മേലെ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ആ ബ്രഷിലുള്ള ഓയിൽ വെച്ച് തന്നെ അങ്ങ് ഗ്രീസ് ചെയ്യാം. ഓയിലിൻ്റെ അളവ് കൂടിപ്പോകരുത്, കേക്കിൻ്റെ സൈഡൊക്കെ മുരിങ്ങി പോകും. ഇനി ഇതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കേക്ക് ബാറ്റർ അല്ല കേട്ടോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ടിൻ ഇപ്പോൾ റെഡിയായി. കേക്ക് ടിൻ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കാര്യം കൂടെ ചെയ്യണം. നമ്മൾ ക്രഷ് ചെയ്യുന്ന ഈ ഒരു കണ്ടെയ്നർ എടുക്കുക. ഒരു 10-15 നട്ട്സ്, കാഷ്യൂ നട്ട്സ്, ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ടാണ് കേട്ടോ എടുക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഇതിന് പകരം ബേബി കാഷ്യൂസ് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ അത് ക്രഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്കിത് ആ ബട്ടർ ഷീറ്റിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം.
അപ്പോൾ തംബ്നെയിലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു കേക്ക് വളരെ ചിലവ് ചുരുക്കിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒത്തിരി പ്രൈസ് കൊടുത്ത് മേടിക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കാൻ വളരെ ചിലവ് ചുരുക്കിയ റെസിപ്പിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സെക്കൻഡ് ക്വാളിറ്റി കാഷ്യൂസ് എടുത്താലും മതി കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബ്രൗൺ റൈസിൻസ്, അതായത് കിസ്മിസ് ഒക്കെ ഉപയോഗിച്ചത്. ബ്ലാക്ക് റൈസിൻസിന് കുറച്ചുകൂടെ പ്രൈസ് കൂടുതലാണ്. ആ ഒരു ബാക്കിയുള്ള ഫ്രൂട്ട് മിക്സ് മുഴുവൻ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നട്ട് ആദ്യവും പിന്നെ ഫ്രൂട്ട് മിക്സ് ഇടണം. കാരണം ഇതിൻ്റെ കേക്കിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബേസ് നമ്മളിപ്പോൾ ചെയ്തതാണ്. ഇത് അങ്ങനത്തെ ഒരു അപ്സൈഡ് ഡൗൺ കേക്കാണ്. ഇനി നമ്മുടെ ആ ഒരു കേക്ക് ബാറ്ററിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നതിന് മുൻപ് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ടത് കൊണ്ടാണ് കേട്ടോ നമ്മൾ വിനീഗർ ഇട്ടത്. അത് രണ്ടും കൂടി ആകുമ്പോൾ നല്ല സോഫ്റ്റായി വരും. ഇനി നമുക്ക് നമ്മുടെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കാം. ഒരു 10 സെൻറ്റിമീറ്ററൊക്കെ ഹൈറ്റിൽ വേണം കേട്ടോ ഒഴിക്കാൻ. കണ്ടില്ലേ നമ്മുടെ ബാറ്റർ ഒത്തിരി അങ്ങ് തിക്കും അല്ല, എന്നാൽ ഒത്തിരി അങ്ങ് ലൂസും അല്ല. ഒരു ടൂത്ത് പിക്ക് എടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് റൺ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പും കൂടി ചെയ്യാം. ഈ സമയത്ത് നമ്മൾ നമ്മുടെ അവൻ ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റായിട്ട് പ്രീഹീറ്റ് ചെയ്തുമായിരുന്നു. അതിലേക്ക് നമുക്കൊരു 15 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. 15 മിനിറ്റ് ബേക്ക് ചെയ്തു, ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ടോപ്പ് സർഫസ് അല്ല കേട്ടോ, പക്ഷേ നല്ലൊരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു കളർ തന്നെയാണ്. അത് ആ ഹണിയുടെയും പിന്നെ ബേക്കിംഗ് സോഡയുടെയും ഒക്കെയാണ് കേട്ടോ. നമ്മൾ സെൻറ്റർ പോർഷൻ ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്കിന് സെൻറ്റർ മാത്രമല്ല, നമ്മൾ സൈഡും ഒക്കെ ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കണം. കാരണം നല്ല ഹൈറ്റ് ഉള്ള ഒരു കേക്കാണിത്. അത് ഒന്ന്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ ഡ്രൈ ഫ്രൂട്ട്സും ഇതൊക്കെ ആയിട്ടുള്ളൊരു തിക്ക് ബാറ്ററാണ്. അപ്പോൾ നമുക്ക് എല്ലായിടവും ഈവനായിട്ട് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയണം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പം ഒന്ന് തണുത്തിട്ടുണ്ട്, ഒത്തിരി തണുക്കാൻ വേണ്ടി നിൽക്കേണ്ട. പിന്നെ ഡിമോൾഡ് ചെയ്യാൻ പാടായിരിക്കും. ചൂടോടെയും ഡിമോൾഡ് ചെയ്യേണ്ട. ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഡിമോൾഡ് ചെയ്യാം. 4 സൈഡിൽ കൂടെ കത്തി ഒന്ന് ഓടിച്ചു വിട്ടിട്ട് നമ്മളൊരു പ്ലേറ്റ് വെച്ച് ഇൻവേർട്ട് ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് പതുക്കെ ആ മോൾഡ് മാറ്റി പതുക്കെ തന്നെ ആ ബട്ടർ ഷീറ്റ് അങ്ങോട്ട് റിമൂവ് ചെയ്യാം. പതുക്കെ തന്നെ മൂവ് ചെയ്യണം കേട്ടോ. നല്ല ഭംഗിയുള്ള കേക്കല്ലേ. അതിൻ്റെ ഒരു കളറാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇത് ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിയും എന്താ പറയുക, ഒരു യെല്ലോ ഷെയ്ഡാണ് ശരിക്കും നേരിട്ട് കാണാൻ. ക്യാമറയിൽ ഒരു ചെറിയ വൈറ്റ് ഷെയ്ഡ് എക്സ്ട്രാ പോലെ തോന്നി. നമുക്കിനി ഇത് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ആ ഡിമോൾഡ് ചെയ്ത ഉടനെ തന്നെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല മോയിസ്റ്റാണ്. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 16 പീസ് കിട്ടുന്നുണ്ട്. നമുക്കിനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ ആ ഉള്ളിലൊക്കെ ആപ്പിൾ നന്നായിട്ട് എത്തിയിട്ടുണ്ട്, നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ടോപ്പിലും നമ്മൾ ചെയ്തത് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. കഴിച്ചു തുടങ്ങിയാൽ പിന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന ഒരു കേക്കാണ് നമ്മുടെ ഈ ഒരു ആപ്പിൾ സിനമൺ ഹണി കേക്ക്. വലിയ വില കൊടുത്ത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കേക്ക് നമുക്ക് വീട്ടിൽ എത്ര ചിലവ് ചുരുക്കി ഉണ്ടാക്കാമെന്ന് കണ്ടില്ലേ. അപ്പം എല്ലാവരും ഈ ഒരു ആപ്പിൾ സിനമൺ ഹണി കേക്ക് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ചാനലിലേക്ക് കുറേ പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കീപ് സപ്പോർട്ടിങ്. ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.